മനുഷ്യൻ ഒരു ഇണയിൽ മാത്രം ഹാപ്പി ആവുന്ന ഒരു വ്യക്തിയല്ല, ആണായാലും പെണ്ണായാലും. ഇതാണ് ഒരു ഫാക്റ്റാണ്. നിങ്ങൾ ഒരാളെ കല്യാണം കഴിക്കുന്നു, നിങ്ങൾ അയാളുമായി ഒത്തുപോകുന്നില്ലെങ്കിൽ ഒരു ജെന്റിൽമാൻ എഗ്രിമെൻറ്റിൽ ശരി മോളെ നമ്മൾ ഒത്തുപോകില്ലെന്ന് പറഞ്ഞ് നമ്മൾ പോവുകയാണ് വേണ്ടത്. അതിനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട്. പക്ഷേ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഇതെന്തോ വലിയൊരു ഭീകരമായ പ്രശ്നമാണ്. നിങ്ങൾക്ക് ചില ഇംഗ്ലീഷ് സിനിമകളിൽ പോലും നമുക്ക് കാണാം. ഇപ്പോൾ രണ്ടാമത്തെ ഭർത്താവിനെ ഒരു പെൺകുട്ടി പരിചയപ്പെടുത്തി, ചേട്ടാ ഇതെൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡാണ്, ഹലോ. നമുക്കത് ചിന്തിക്കാൻ ഇങ്ങനെയൊക്കെ കാരണം നമുക്ക് ആദ്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇവൻ എൻ്റെ ലൈഫ് തുലച്ച് ഭീകരാ, മറ്റവനെ അവള് കണ്ട മറ്റവൻ്റെ കൂടെ നടക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇത് വരുന്നത്. അതായത് ഞാൻ പറയുന്നത് ഇത് മാത്രം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം നോക്കിയാൽ മതി. 1013 പോട്ടെ ഇപ്പോൾ 20% വരെ 20 പേരായിട്ടുണ്ടാവും. അപ്പം നമ്മളിവിടെ കടിച്ചു പിടിച്ചാണ് പോകുന്നത്. നിങ്ങൾ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. നമുക്ക് ഒരു ഇണയിൽ, അത് ആണായിക്കോട്ടെ സ്ത്രീയും പുരുഷനും വരാം, നമുക്ക് അവരിൽ 100% ഹാപ്പി അല്ലെങ്കിൽ ശരി നമുക്ക് പിരിയാമല്ലേ എന്ന അത് പ്രകടമായ ഒരു കൾച്ചറല്ല ഇന്ത്യയിൽ വരുന്നത്. പക്ഷേ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഗുണവശം ഒരു സ്ത്രീക്ക് നല്ലതാണ് കുറച്ചുകൂടി. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ആ വ്യക്തിക്ക് ഒരാളുടെ ഒരു കെയർ കിട്ടുമല്ലോ, ഒരു എക്സ്ട്രാ കെയർ കിട്ടുമല്ലോ എന്ന് കരുതി നമ്മൾ ചെറുപ്പം മുതൽ സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി എന്തിനും ഒരിത് കൊടുക്കും. പക്ഷേ ഈ കൊടുത്തു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?